നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ബിസിനസ്സിനെ പറ്റി പഠിച്ചിട്ട് മാത്രമേ ആ ബിസിനസ്സിൽ ഇറങ്ങാൻ പാടുള്ളൂ. അത് പച്ചക്കറി ബിസിനസ് ആയിക്കോട്ടെ, ഹോട്ടൽ ആയിക്കോട്ടെ, മറ്റുള്ള ഏത് തരം ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ ആ ബിസിനസ്സിനെ പഠിച്ചിട്ട് മാത്രമേ ആ ബിസിനസ്സിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഒരുപാട് പ്രവാസികളുണ്ട്. അവർ പ്രവാസ ജീവിതം ഒഴിവാക്കി നാട്ടിൽ വന്ന് പച്ചക്കറി ബിസിനസ് ചെയ്യുന്ന അവസ്ഥ. പല ആൾക്കാർ പലതും പറയും, എന്നിട്ട് ആ ബിസിനസ്സിലേക്ക് ചാടി ഇറങ്ങും. എന്നിട്ട് വീടും സ്ഥലവും എല്ലാം പണയം വെച്ചിട്ട് വണ്ടിയെടുത്ത് പച്ചക്കറി ബിസിനസ് തുടങ്ങി പൊട്ടി നാശമായിട്ട് ഒന്നുമല്ലാത്ത കോലത്തിൽ പിന്നെ രണ്ടാമത് അവൻ കടത്തിൻ്റെ മുകളിൽ കടം കയറിയിട്ട് പിന്നെയും പ്രവാസ ജീവിതത്തിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പച്ചക്കറി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ബിസിനസ്സാണ് പച്ചക്കറി ബിസിനസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് മാത്രമേ ആ ബിസിനസ്സിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്കുള്ള ബിസിനസ് 100% വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളും ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് പഠിക്കാതെ ഇറങ്ങരുത്. ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ 100% വിജയം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നതിൻ്റെ മുന്നേ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാലാണ് എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ആവേശം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സ്വന്തം സിറാജ് കാസ് പേരാവൂർ.